നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ സ്ലീപ്പിംഗ് പൊസിഷനെ കുറിച്ച് അവെയറാണ്? സ്ലീപ്പിംഗ് പോസ്ചർ എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ടിന് വേണ്ടി മാത്രമാവരുത്. പുവർ സ്ലീപ്പ് പോസ്ചർ ക്യാൻ ലീഡ് ടു ക്രോണിക് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓൺ യുവർ സ്പൈൻ, എസ്പെഷ്യലി സെർവൈക്കൽ ഏരിയയിൽ, നമ്മുടെ നെക്കിൻ്റെ ബാക്കിലായിട്ടും ദ ലംബാർ റീജിയൻ, നമ്മുടെ ലോവർ ബാക്കിനും ഇത് കൂടുതൽ സ്ട്രെയിന് കൊടുത്ത് ലോങ് ടേം നിങ്ങൾക്ക് ഡിസ്ക് ഇഷ്യൂസ് വരെ ഉണ്ടാവാം. ഇതിനു വേണ്ടി നിങ്ങൾ സ്ലീപ്പിംഗ് പൊസിഷനിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു മാട്രസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ടു ഫേം മാട്രസ് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ പില്ലോ ഇല്ലാതെ മാക്സിമം കിടക്കുക. നെക്കിന് പില്ലോ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു തിൻ പില്ലോ വെച്ച് സപ്പോർട്ട് ചെയ്യുക, സോ ദാറ്റ് നിങ്ങളുടെ ബാക്കും നിങ്ങളുടെ നെക്കും സെയിം അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത് നിങ്ങളുടെ നെക്ക് പെയിൻ റിലേറ്റഡ് ഇഷ്യൂസ് കുറക്കാൻ സഹായിക്കും. രണ്ടാമതായിട്ട്, നിങ്ങൾ മാക്സിമം ബാക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് കിടക്കുക. ആ സമയത്ത് ഒരു പില്ലോ നിങ്ങളുടെ നീസിൻ്റെ അണ്ടറിലായിട്ട് വെക്കുക. ഇത് നിങ്ങളുടെ ബാക്കിൻ്റെ ആ ഒരു നോർമൽ കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളുടെ ബാക്ക് പെയിന് കുറക്കാനും സഹായിക്കും. മൂന്നാമത്, ഇനി നിങ്ങൾ സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു പില്ലോ നിങ്ങളുടെ രണ്ട് നീസിൻ്റെ ഇടയിലുമായിട്ട് വെക്കുക. ഇത് നിങ്ങളുടെ ലോ ബാക്കിലേക്കുള്ള പ്രഷർ കുറക്കാൻ സഹായിക്കും. അടുത്തതായി, കൂടുതൽ പേർക്കും കംഫർട്ട് കിട്ടുന്ന ഒരു പൊസിഷനാണ് പ്രോൺ പൊസിഷനിൽ കിടക്കുക അഥവാ ലൈങ് ഓൺ ദ സ്റ്റൊമക്. ഇത് നിങ്ങളുടെ നെക്കിനും ബാക്കിനും കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്നു. സോ ഇന്ന് മുതൽ നിങ്ങൾ ഈ പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യും. അവസാനമായി, നിങ്ങൾ ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞതിന് ശേഷം ഒരു കൈയുടെ സപ്പോർട്ടോടുകൂടെ എഴുന്നേൽക്കുക. ഇന്ന് മുതൽ ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളുടെ സ്ലീപ്പിംഗ് പോസ്ചറിൽ കൊണ്ടുവരിക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പുവർ പോസ്ചർ കാരണമുള്ള നെക്ക് പെയിൻ, ബാക്ക് പെയിൻ ഇഷ്യൂസ് ഇംപ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.